നമ്മുടെ ജീവിതത്തെ അടുത്ത തലത്തിലേക്ക് ഉയർത്താനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകാൻ കഴിയുന്ന 3 വിദ്യകൾ അടങ്ങുന്ന ഒരു ചെറുകഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ ഗുരു ബ്രഹ്മ എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിവിനാലും ശക്തിയാലും അനുഗ്രഹത്താലും ഒത്തിരി പേരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഗുരുവായിരുന്നു അദ്ദേഹം. ആയതിനാൽ തന്നെ പല നാട്ടിൽ നിന്നും ആളുകൾ ഗുരുവിനെ കാണാൻ വന്നിരുന്നു. ഒരു ദിവസം കാർത്തികേയൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഗുരുവിനെ കാണാൻ വന്നു. അവൻ വളരെ അവശനായും മാനസികമായി തളർന്നവനായും ആണ് ഉണ്ടായിരുന്നത്. അവൻ പറഞ്ഞു, ഗുരുവേ, എൻ്റെ മനസ്സ് വളരെ കുഴപ്പത്തിലും തളർച്ചയിലും സങ്കടത്തിലുമാണ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും എനിക്കൊരു സമാധാനവും സന്തോഷവും ഉയർച്ചയും ലഭിക്കുന്നില്ല. ദയവായി അങ്ങ് എന്നെ സഹായിച്ചാലും. ഗുരു ചെറുതായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ എല്ലാ ദിവസവും നിന്റെ വീട് വൃത്തിയാക്കാറുണ്ടോ? കാർത്തികേയൻ സംശയത്തോടു കൂടി പറഞ്ഞു, തീർച്ചയായും ഗുരുവേ, ഒരു വൃത്തിയുള്ള വീട്ടിൽ താമസിക്കുമ്പോഴേ എനിക്ക് സമാധാനം ലഭിക്കാറുള്ളൂ. അങ്ങനെയെങ്കിൽ നീ ഒരാഴ്ച വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ എന്തു സംഭവിക്കും? ഗുരു ചോദിച്ചു. വീട് അഴുക്കുകൊണ്ടും മാലിന്യം കൊണ്ടും വൃത്തികേടായി മാറും, കാർത്തികേയൻ പറഞ്ഞു. നിന്റെ മനസ്സും നിന്റെ വീട് പോലെയാണ്. ദിവസവും അത് കുഴപ്പങ്ങൾ, പേടി, ദേഷ്യം, നിരാശ, അസൂയ എന്നിങ്ങനെ തുടങ്ങി നിരവധി അഴുക്കുകളാൽ നിറയുകയാണ്. അതൊരു ദിവസം വൃത്തിയാക്കാതെ ഇരുന്നാൽ നിന്റെ ജീവിതം അഴുക്ക് നിറഞ്ഞതും ചീത്ത സംഭവങ്ങൾ നിറഞ്ഞതായും സമാധാനമില്ലാത്തതായും ചീഞ്ഞു നാറിക്കൊണ്ടേയിരിക്കും, ഗുരു പറഞ്ഞു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഗുരുവേ മനസ്സ് ശുദ്ധീകരിക്കേണ്ടത്? കാർത്തികേയൻ വിനയത്തോടെ ചോദിച്ചു. ഗുരു അവനെ അടുത്തുള്ള കുളക്കരയിലേക്ക് കൊണ്ടുചെന്നു. അതിലെ ജലം നന്നായി തെളിഞ്ഞതും നിശബ്ദമായതുമായിരുന്നു. ഗുരു ഒരു പിടി മണ്ണുവാരിയെടുത്ത് വെള്ളത്തിലേക്കിട്ടു. ജലം ഉടനെ തന്നെ കലങ്ങി കലക്കുവെള്ളമായി മാറി. ഇപ്പോൾ ആ ജലത്തെ നോക്കൂ, ഗുരു പറഞ്ഞു. ആശയക്കുഴപ്പങ്ങളും ദേഷ്യവും ഭയവും നിരാശയുമുള്ള നിന്റെ മനസ്സാണത്. കാർത്തികേയൻ അത് ശ്രദ്ധയോടെ നോക്കി. അല്പം കഴിഞ്ഞപ്പോൾ മണ്ണും ചെളിയും വെള്ളത്തിനടിയിലേക്ക് പതിയെ ഇറങ്ങിപ്പോയി. പതിയെ പതിയെ ജലം വീണ്ടും തെളിച്ചയുള്ളതായി വന്നു. ഗുരു വീണ്ടും തുടർന്നു പറഞ്ഞു, നീ ഇനിയും മണ്ണ് ചേർക്കാതെ തെളിനീരായി തന്നെ അത് വയ്ക്കുകയാണെങ്കിൽ അത് വീണ്ടും തെളിനീരായി തന്നെ മാറും. അതുപോലെ തന്നെ നിന്റെ ചിന്തകളെ സ്വതന്ത്രമായി വിടുക. കൂടാതെ അതിലേക്ക് കൂടുതൽ മാലിന്യങ്ങൾ ചേർക്കാതെ ഇരുന്നാൽ നിന്റെ മനസ്സ് സമാധാനമായി മാറും. ശേഷം ഗുരു കാർത്തികേയന് ശീലമാക്കേണ്ട ചില ദിനചര്യ അഥവാ വിദ്യകൾ പറഞ്ഞുകൊടുത്തു. 1. ഓരോ ദിവസവും രാവിലെ 10 മിനിറ്റ് സമാധാനത്തോടെ നിശബ്ദയോടെയും ശ്രദ്ധയോടെയും ഇരുന്ന് നിന്റെ ശ്വാസത്തിൽ ശ്രദ്ധ ചെലുത്തുക. ഇത് മനസ്സിൻ്റെ കുഴപ്പങ്ങൾ തീർക്കാൻ നിന്നെ സഹായിക്കും. 2. ഉറങ്ങുന്നതിന് മുൻപ് നിന്റെ പ്രശ്നങ്ങളെല്ലാം എഴുതി വയ്ക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ പകുതി ആശ്വാസം ലഭിക്കുന്നതാണ്. പിന്നീട് അതെല്ലാം പരിഹരിക്കപ്പെട്ടതായി സങ്കല്പിക്കുക. ശേഷം നിനക്കു ലഭിച്ച സൗഭാഗ്യങ്ങളും സന്തോഷവും മനസ്സിലേക്ക് കൊണ്ടുവന്ന് സന്തോഷിക്കുക. ആഗ്രഹിച്ച ജീവിതത്തെയും അത് നീ സന്തോഷത്തോടെ ജീവിക്കുന്നതായും മനസ്സിൽ കാണുക. 3. നിന്റെ ശ്രദ്ധയെ ചീത്ത വിഷയങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങളിലേക്ക് തിരിക്കുക. അതായത് നെഗറ്റീവ് വിഷയങ്ങൾക്ക് പകരം പോസിറ്റീവ് വിഷയങ്ങളിലേക്ക് കൂടുതലായി തിരിച്ചുവിടുക. ഈ 3 വിദ്യകൾ അല്ലെങ്കിൽ ശീലങ്ങൾ കാർത്തികേയന്റെ മനസ്സ് ശുദ്ധീകരിക്കാൻ സഹായകമായി. ചില ആഴ്ചകൾക്ക് ശേഷം കാർത്തികേയൻ തന്നിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. അവൻ്റെ മനസ്സ് വളരെ ശാന്തവും സന്തോഷകരവും ഊർജ്ജസ്വലവുമായിരുന്നു. മനസ്സ് വൃത്തിയാക്കേണ്ടത് വീട് വൃത്തിയാക്കുന്ന പോലെ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണെന്ന് അവൻ മനസ്സിലാക്കി. പതിയെ പതിയെ അവൻ്റെ ജീവിതത്തിലും വലിയ മാറ്റം വരുന്നത് അവൻ തിരിച്ചറിഞ്ഞു. കാരണം ചിന്തകളാണ് നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് എന്താണോ പതിയുന്നത് അത് തന്നെയാണ് പുറമേ നമ്മുടെ ജീവിതമായി പ്രത്യക്ഷപ്പെടുക. മനസ്സിലേക്ക് നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ ജീവിതം വളരെ മോശമായി മാറുന്നതാണ്. മനസ്സ് ഉഴുതുമറിച്ചിട്ട ഒരു വയലു പോലെയാണ്, അല്ലെങ്കിൽ പൂന്തോട്ടം പോലെയാണ്. അവിടെ നിങ്ങൾ നെല്ല് വിതച്ചാൽ നെല്ല് വിളയും. വിഷച്ചെടികളുടെ വിത്താണ് വിതയ്ക്കുന്നതെങ്കിൽ വിഷച്ചെടികൾ വളർന്നു വന്ന് അത് എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക്
നിങ്ങൾ മാലിന്യവും ചപ്പുചവറുകളും വലിച്ചെറിഞ്ഞാൽ നിങ്ങളുടെ പൂന്തോട്ടം നശിച്ചു പോകും, അല്ലേ? പൂന്തോട്ടം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ദിവസം എത്രത്തോളം നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങൾ വലിച്ചെറിയുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതം ഇങ്ങനെയാവാൻ പ്രധാന കാരണം അഥവാ മൂലകാരണം അതുതന്നെയാണ്. അതിനാൽ ഗുരു മഹർഷി കാർത്തികേയൻ എന്ന ചെറുപ്പക്കാരന് പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ അല്ലെങ്കിൽ ദിനചര്യയിലൂടെ നമുക്കും നമ്മുടെ ജീവിതം പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടമായി മാറ്റാം. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.